കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുകയാണ്. കൂടുതൽ കർഷകർ ഇന്ന് പഞ്ചാബ് ഹരിയാന അതിർത്തികളിലേക്ക് എത്തും. ശംഭു അതിർത്തിയിൽ ഇന്നും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംയുക്ത കിസാൻ മോർച്ച നേതാവ് അക്ഷയ് സർവാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാളന്തി കുഞ്ചിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കർഷക സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് മറ്റന്നാൾ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് ശിരോമണി അകാലിദളും BSPയും ആവശ്യപ്പെട്ടു. സിംഘു അതിർത്തിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, സിംഘുവിൽ ഇന്നത്തെ കാഴ്ച എന്താണ്? അജിംസ്, എന്തായാലും കർഷകർ പ്രതിഷേധം ഇന്നലെ അവസാനിച്ചിടത്ത് നിന്ന് തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും സിംഘു അതിർത്തിയിലെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ്. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇവരുടെ ഓരോ യൂണിറ്റുകൾ മാറി മാറി ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ. പിന്നീട് നമ്മൾ ഇന്നലെ നിരവധി ബാരിക്കേഡുകൾ നിരത്തിയിരുന്നത് കണ്ടിരുന്നു. അതിനുപരി ഇന്നും പുതിയ ബാരിക്കേഡുകൾ, സിമന്റ് പാളികൾ നിർത്തിയതിനു ശേഷം അതിൽ കോൺക്രീറ്റ് നിറച്ചുകൊണ്ടുള്ള പുതിയ പാളികൾ ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കുകയാണ്. ഇതിന് പിന്നിൽ ഏകദേശം മൾട്ടി ലെയർ സജ്ജീകരണങ്ങളാണ് സിംഘു അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാളികൾക്ക് പിന്നിൽ ഡൽഹി പോലീസിന്റെ ബാരിക്കേഡുകളുണ്ട്. അതിന് പിന്നിൽ മുള്ളുവേലികൾ നിറച്ച ബാരിക്കേഡുകളുണ്ട്. അതിന് പിന്നിലായി കണ്ടെയ്നറുകൾ നിരത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ JCBകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ സിംഘു അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കർഷകർ ഉൾപ്പെടെ ജിൻഡ് അതുപോലെ തന്നെ ശംഭു അതിർത്തികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അവർക്കെതിരെ കണ്ണീർവാതകവും അതുപോലെ തന്നെ അവരെ അടിച്ചമർത്തുന്ന നിലപാട് ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചിരുന്നു. എന്തായാലും തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ കർഷകർ ഈ ശംഭു മേഖലകളിലേക്ക് എത്തുന്നത് തുടരുകയാണ്. ട്രാക്ടറുകളും അതുപോലെ തന്നെ JCBകളുമായി അവർ ശംഭു മേഖലകളിലേക്ക് എത്തി അവിടെ നിന്ന് അവിടുത്തെ ബാരിക്കേഡുകളും അതുപോലെ തന്നെ പ്രതിസന്ധികളും മറികടന്ന് ഡൽഹി അതിർത്തികളിലേക്ക് എത്തുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കർഷകർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നടത്തി. ഇന്നലെ നമ്മൾ കണ്ടതിനേക്കാൾ ശക്തമായ സുരക്ഷയാണല്ലോ ഇത്. എന്താണിത്? നമ്മൾ രാജ്യാതിർത്തിയിൽ കാണുന്നത് പോലെ ചൈനയുടെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കാണുന്നത് പോലെയാണല്ലോ ഈ കാണുന്നത്. തീർച്ചയായിട്ടും അജിംസ്, ഇന്നലെ ഒരുപക്ഷെ ഇത്രയും സുരക്ഷാ സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ മുള്ളുവേലികൾ നിറച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുൻഭാഗത്ത് മാത്രമായിരുന്നു മുള്ളുവേലികളും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികളും നിറച്ചത്. ഇപ്പോൾ മൾട്ടി ലെയർ മുള്ളുവേലികൾ. ഒരുപക്ഷെ അതിർത്തികളിൽ പോലും ഇത്രയും സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു ഭയത്തിൽ കേന്ദ്ര സർക്കാർ പോയെന്നുള്ള കാര്യം സംശയം നമുക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം വിവിധ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പുരോഗമിക്കുന്ന ആ സമയത്തും വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജീകരിക്കുകയാണ്. മുള്ളുവേലികൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ഇത്രയും സജ്ജീകരണങ്ങൾ നടത്തിയതിലുപരി വീണ്ടും മുള്ളുവേലികളും അതുപോലെ തന്നെ ബാരിക്കേഡുകളും കൊണ്ട് ഈ റോഡ് മൊത്തമായി അടയ്ക്കുന്നു. ഏകദേശം ഹരിയാന റോഡ് ഇപ്പോൾ മൊത്തമായും അടച്ചു കഴിഞ്ഞു. വീണ്ടും റോഡുകൾ മൊത്തം ഈ ഹൈവേ, ഇതൊരു ഹൈവേ ആണ്. ഈ ഹൈവേ പൂർണ്ണമായും ഈ ബാരിക്കേഡുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസ് പുരോഗമിക്കുകയാണ്. അതേസമയം അനുനയ നീക്കങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ചും വിവിധ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ ചർച്ച കഴിഞ്ഞു മടങ്ങി കർഷക നേതാവിനെ ഉൾപ്പെടെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ എത്രത്തോളം ഈ ചർച്ചയ്ക്ക് അനുകൂലമായി നിൽക്കും, അല്ലെങ്കിൽ അവർ ഈ ചർച്ചയ്ക്ക് അനുകൂലമായി പ്രതികരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. നമുക്കറിയാം, കാർഷിക നിയമങ്ങൾ നടന്നപ്പോൾ വിവിധ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം തങ്ങൾ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത്. ഈ കർഷക നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ തന്നെ ഈ താങ്ങുവില ഉൾപ്പെടെ പരിശോധിക്കാൻ ഒരു സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഈ സമിതിയുടെ പ്രവർത്തനം മെല്ലെപ്പോക്ക് വലിയ രീതിയിൽ കർഷകരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങൾ പിന്നിടുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കി താങ്ങുവില ഉൾപ്പെടെ നിയമപരമാക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് കർഷകർ ഉറച്ചു നിൽക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കർഷകർ ശംഭു അതിർത്തികളിൽ നിന്ന് പ്രതിഷേധ മാർച്ച് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അജിംസ്, അരവിന്ദ്, ഇപ്പോൾ ഈ കർഷകർ ഇപ്പോൾ നിലയുറപ്പിച്ചുള്ള സ്ഥലത്ത് നിന്ന് ശംഭു അതിർത്തിയിലേക്കും സിംഘു അതിർത്തിയിലേക്കും എത്ര ദൂരമുണ്ട്? അജിസ്, ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലമാണ് ശംഭു അതിർത്തിയിലേക്കുള്ളത്. 100-150 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിർത്തി ഭേദിച്ച് കർഷകർ വന്നാലും അവർക്ക് നിരവധി പ്രതിസന്ധികൾ വീണ്ടും മറികടക്കേണ്ടതുണ്ട്. ഇവിടെ മാത്രമല്ല, സിംഘു അതിർത്തിയിൽ മാത്രമല്ല, ഇവിടെ നിന്ന് ശംഭു അതിർത്തിയിലേക്കും അതുപോലെ തന്നെ ജിൻഡ് അതിർത്തിയിലേക്കും വിവിധ ഘട്ടങ്ങളായുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളാണ് പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പ്രതിസന്ധികൾ, ഒരുപക്ഷെ ഇതുപോലത്തെ വിവിധ പ്രതിസന്ധികൾ ഈ പല മേഖലകളിലും പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം
മറികടന്ന് വേണം കർഷകർക്ക് ഡൽഹി അതിർത്തികളിലേക്ക് എത്തുവാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും വലിയ രീതിയിൽ കണ്ണീർ വാതകം പോലീസ് അവിടെ പ്രയോഗിച്ചിരുന്നു. കർഷകരെ എങ്ങനെയും മടക്കി അയക്കണമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് തുടരുന്നത്. പക്ഷേ കൂടുതൽ കർഷകർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാക്ടറുകളും അതുപോലെ തന്നെ JCBകൾ ഉൾപ്പെടെ കൂടുതൽ കർഷകർ ഈ മേഖലകളിലേക്ക് എത്തുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലും അതുപോലെ തന്നെ ഭയത്തിലുമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു ആശയക്കുഴപ്പത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. പക്ഷേ ഒരു കാരണവശാലും അവരെ ഡൽഹിയിലേക്ക് എത്തിക്കില്ല, അല്ലെങ്കിൽ വരാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സിംഗു അതിർത്തിയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തി കൂടുതൽ ബാരിക്കേഡുകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികളും കൊണ്ടുവന്ന് ഇപ്പോൾ റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഇപ്പോഴും ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അജിബ്സ്, ശരി. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് അരവിന്ദ്, ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ നിശ്ചയം? 2020 സമരത്തേക്കാൾ ഏതൊക്കെ സംഘടനകൾ കൂടുതലായി ഈ സമരത്തിൽ അണിനിരന്നിട്ടുണ്ട്? ആരൊക്കെയാണ് ഇതിന്റെ സംഘാടകർ? അജിബ്, സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗവും അതുപോലെ തന്നെ കിസാൻ മസ്ദൂർ ഉൾപ്പെടെ 200ഓളം സംഘടനകളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം സംയുക്ത കിസാൻ മോർച്ച പൊളിറ്റിക്കൽ വിഭാഗം ഇതിൽ പങ്കെടുക്കുന്നില്ല. അവർ പറയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ കർഷകർക്കെതിരെ അടിച്ചമർത്തൽ നടപടി ഹരിയാന പോലീസിന്റെയും ഹരിയാന സർക്കാരിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ തങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും, വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും സംയുക്ത കിസാൻ മോർച്ചയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 16-ന് സംയുക്ത കിസാൻ മോർച്ച ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ രാജ്യവ്യാപകമായി, നേരത്തെ അവർ ഗ്രാമതലത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഒരു വ്യാപക സമരമായി മാറ്റുവാനും ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP ഉണ്ട് ടെലിഫോണിൽ. ശ്രീ NK പ്രേമചന്ദ്രൻ, ഡൽഹിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ്. അതായത് നമ്മൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, വാഗാ അതിർത്തിയിലെ കാണുന്ന പോലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇത്ര ഭയക്കുന്നത് എന്താണ് കേന്ദ്ര സർക്കാർ ഈ സമരത്തെ? അല്ല, ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമരവും സമരത്തെ തുടർന്നുണ്ടായിട്ടുള്ള ധാരണകളും ആ ധാരണകൾ ലംഘിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷകർ വീണ്ടും ഒരു പ്രക്ഷോഭത്തിന് സമരത്തിനിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും പ്രതിരോധത്തിലാണ്. കാരണം പറഞ്ഞ വാക്കുകൾ പാർലമെന്റിലും അതുപോലെ തന്നെ സംഘടനകളുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വൻപിച്ച പ്രക്ഷോഭം. അപ്പൊ ആ പ്രക്ഷോഭത്തെ ഒരു തരത്തിലും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് പ്രക്ഷോഭം ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ അതിശക്തമായ ബഹുജന സമരമായി മാറുമെന്നുള്ള ഗവൺമെന്റിന്റെ ഭയമാണ്, ആശങ്കയാണ് സത്യത്തിൽ യുദ്ധസമാനമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം. സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം കായികമായ ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സൈനിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം അതിശക്തമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ ശക്തിയോടുകൂടി സമരം മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം സമരത്തെ അടിച്ചമർത്താൻ പോലീസും CRPF അടക്കമുള്ള അർദ്ധ സൈനിക സായുധ സേനകളൊക്കെ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ പോലും അതിലംഘിച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം കർഷകർ നടത്തിയത് എന്നുള്ളത് ഗവൺമെന്റിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ഈ സമരം ഡൽഹിയിലേക്ക് എത്താൻ പാടില്ല എന്ന നിർബന്ധിതമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയുടെ 4 അതിർത്തികൾ അടച്ച് സംസ്ഥാനത്തെ ബോർഡറുകൾ പൂർണ്ണമായും സൈനിക സുരക്ഷയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. വലിയ ജനകീയ പ്രക്ഷോഭമായും കർഷക സമരം രാജ്യത്ത് വളർന്നു വരും. പഴയതിനേക്കാൾ ശക്തിയായി ഗവൺമെന്റിനെ ഉലയ്ക്കുന്ന നിലയിലേക്ക് അത് മാറിത്തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നന്ദി NK പ്രേമചന്ദ്രൻ MP ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. അരവിന്ദിലേക്ക് ഒരിക്കൽ കൂടി. അരവിന്ദ്, ഈ ഏതൊക്കെ അതിർത്തികളിലാണ്, എത്ര അതിർത്തികളുണ്ട്, ഏതൊക്കെ അതിർത്തികളാണ് ഇപ്പോൾ ഇത്ര കർശന സുരക്ഷയുള്ളത്? ഈ ഔദ്യോഗിക അതിർത്തികൾ കൂടാതെ മറ്റു ഊടുവഴികളിലൂടെ കർഷകർ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ?
അജിംസ് സിംഘു തിക്രി ഗാസിയാബാദ് അതിർത്തികളിലാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തികളായ ശംഭുവും അതുപോലെ തന്നെ ജിൻഡ് തുടങ്ങിയ മേഖലകളിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവഴി കർഷകർക്ക് ഡൽഹിയിലേക്ക് എത്തുവാൻ പ്രയാസകരമായിരിക്കും. പക്ഷേ ഇത് ഈ ഇത്രയും പ്രതിസന്ധികൾ പോലീസ് സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള യാത്രാ തടസ്സവും പല യാത്രക്കാർക്കും അനുഭവപ്പെടുന്നുണ്ട്. ജനജീവിതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു നിലയിലാണ് ഇപ്പോൾ തുടരുന്നത്. ഹരിയാനയിലെ 15 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം തുടരുകയാണ്. ആ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ വിമാന യാത്രക്കാർക്കും നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇൻഡിഗോ നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും മുൻകൂട്ടി യാത്രയ്ക്ക് പുറപ്പെടേണ്ടവർ മുൻകൂട്ടി ഇറങ്ങണമെന്നൊരു നിർദ്ദേശമാണ് ഇൻഡിഗോ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷ ശക്തമാക്കി തന്നെ പോവുകയാണ്. ഇതുകൂടാതെ തന്നെ കർഷകർ മറ്റു ഊടുവഴികളിലൂടെ എത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തടയാൻ വേണ്ടി വിവിധ മേഖലകളിൽ സുരക്ഷ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിംഘു അതിർത്തിയിൽ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് സിമന്റ് ബാരിക്കേഡുകളായിരുന്നു. ഇപ്പോൾ വടങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വടങ്ങൾ ഉൾപ്പെടെ ഇവിടെ കെട്ടിക്കൊണ്ടുള്ള സുരക്ഷയ്ക്ക് കൂടി ഇപ്പോൾ പോലീസ് തയ്യാറാകുകയാണ്. നേരത്തെ നിരവധി ഘട്ടമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കോൺക്രീറ്റ് പാളികൾ, അതിന് പിന്നിൽ ഡൽഹി പോലീസിന്റെ ബാരിക്കേഡ്, അതിന് മുന്നിൽ മുള്ളുവേലികൾ, പിന്നീട് കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ വലിയ വടങ്ങളും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഡൽഹി പോലീസ് ഇവിടെ കൂടുതൽ സുരക്ഷ, ഏകദേശം ഈ ഹൈവേ പൂർണ്ണമായും ഈ കോൺക്രീറ്റ് പാളികളും ബാരിക്കേഡുകളും കൊണ്ട് നിറച്ചൊരു കാഴ്ചയാണ് ഈ സിംഘു അതിർത്തിയിൽ കാണുവാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ നമ്മുടെ ശംഭു അതിർത്തിയിലാണെങ്കിൽ റോഡുകൾ കുഴിച്ച് ഈ കർഷകർ ട്രാക്ടറുമായി ഇങ്ങോട്ട് എത്തുന്നത് മറികടക്കാൻ വേണ്ടി റോഡുകൾ കുഴിച്ച നിലപാടിലേക്ക് സർക്കാരും അതുപോലെ തന്നെ പോലീസും പോയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കർഷകർ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ചോദിക്കുന്നത്. ഇതിൽ ആർക്കും കൈകടത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകാത്തത്? BSP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. ശിരോമണി അകാലിദൾ കർഷകർക്ക് പിന്തുണ നൽകി രംഗത്തുണ്ട്. പഞ്ചാബ് സർക്കാർ ഇന്നലെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയത് ഇത് ന്യായമായ സമരമാണ്, ഇതിനെ ഒരിക്കലും അടിച്ചമർത്താൻ ശ്രമിക്കരുതെന്നാണ്. ഇന്നലെ തന്നെ പഞ്ചാബ് ഹരിയാന കോടതി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കർഷകരും ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ്. പക്ഷേ നമുക്കറിയാം കാർഷിക നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ തന്നെ നിരവധി ചർച്ചകൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും വിജയിക്കാത്ത ചർച്ച എങ്ങനെയാണ് ഇപ്പോൾ വിജയിക്കുക എന്നതാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കി ഉടൻ തന്നെ കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി മാർച്ച് ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിംസ്, എന്തായാലും ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ സമരത്തെ തടയാൻ ചെയ്യുന്നത് അതിന് സുരക്ഷ എന്നൊക്കെ പറയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സുരക്ഷ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവനും സ്വത്തിനും സർക്കാർ ഒരുക്കുന്ന സുരക്ഷയാണ്. ഇതങ്ങനെയല്ല. പ്രതിഷേധിക്കുന്ന കർഷകരെ നേരിടാൻ മാർഗതടസ്സം സൃഷ്ടിക്കുകയാണ്. അള്ളുകൾ വിതറിക്കൊണ്ട്, കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തിക്കൊണ്ട്, കണ്ടെയ്നറുകളിൽ മണ്ണ് നിറച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്രാ സൗകര്യം തന്നെ നിഷേധിക്കുന്ന രീതിയിലേക്കാണ് ആ സമരത്തെ തടയാനുള്ള മുൻകരുതൽ പോകുന്നത്. നോക്കൂ, ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ഒരു ദേശീയപാതയിൽ കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും ചേർന്ന് നടത്തുന്ന മാർഗതടസ്സമാണ് നാം ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരുപക്ഷെ കോടികൾ ചെലവഴിച്ചായിരിക്കും ഒരുപക്ഷെ ഈ മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഫോഴ്സിനെ ഇറക്കാൻ എത്രയധികം ഫോഴ്സാണ് അവിടെ ഈ 4 അതിർത്തികളിലായി നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും കാണാം. എന്തായാലും ഒരു സമരത്തെ, ഒരു കർഷക സമരത്തെ ഒരു ഭരണകൂടം എങ്ങനെ ഭയക്കുന്നു എന്നതിൻ്റെ ശബ്ദിക്കുന്ന തെളിവുകളായി ദൃശ്യങ്ങൾ മാറുകയാണ്. PR അരവിന്ദാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.